ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കടച്ചക്ക, ഇടിച്ചക്ക, വരിക്കച്ചക്ക, പഴച്ചക്ക, ഈ വരിക്കച്ചക്കയും പഴച്ചക്കയാണ് സാധാരണ നമ്മൾ ചക്കയിൽ കൂട്ടാറ്. ഇതിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ മുള്ള് കണ്ടോ, ആ മുള്ളാണ് മുറിച്ച് കളയുന്നത്. അത് കളഞ്ഞ് വേവിച്ചിട്ട് എടുക്കുക ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ മൂക്കും മുറിച്ച് കളയും. ഇത് ഉപ്പിലിട്ട് വേവിച്ചെടുക്കും. നല്ല രുചികരമായൊരു ഭക്ഷണമാണ് ഇടിച്ചക്ക പ്ലാവിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അത് മുറിച്ചിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുയൽ ചത്ത കഥ. ചക്ക വീണിട്ട് മുയൽ ചത്ത കഥ കേട്ടിട്ടുണ്ടാവും. അത് ഈ കാരണം എന്താണ് അതിൻ്റെ കാരണം? ഇതിൻ്റെ മുള്ള് കൊണ്ടിട്ടാണ് മുയൽ ചത്തത്. അതുകൊണ്ട് മുള്ള് നമ്മൾ മുറിച്ച് കളയുന്നു. അത് പഴമൊഴിയാണ്, എന്നാലും നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇടിച്ചക്കയിലെ തൊലി കളയും, അതിൻ്റെ പുറന്തോട് കളഞ്ഞ് അതിൻ്റെ മൂക്ക് മുറിച്ച് കളയും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രീം പോലെ ഒന്നുണ്ട്, ക്രീമിനെ പറയുകയാണ് മുളഞ്ഞ് കളയാനാണ് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കയ്യിൽ പരട്ടി കഴിഞ്ഞാൽ മുളഞ്ഞ് പോവും. ഇത് അടുപ്പിലേക്ക് കൊണ്ടുപോയി വേവിച്ച് വെക്കുന്നതിന് മുന്നേ നമ്മൾക്കതിലേക്ക് ഉണ്ടാക്കേണ്ടത് ഉള്ളി അരിയുക, പച്ചമുളക് അരിയുക, വെളുത്തുള്ളി അരിയുക, അത് കൂടാണ്ട് ഉപ്പും ഇടുക. ഇത് മൊത്തം എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യാറ്.